ഹോസ്പിറ്റലിൽ പോയി പരിശോധിച്ചു. 3 റിസൾട്ട് ക്യാൻസർ എന്നായിരുന്നു. അവർ RCCയിലേക്ക് രജിസ്റ്റർ ചെയ്തു. 2 ആൺകുട്ടികളാണ് എനിക്കുള്ളത്. ഭയങ്കര കരച്ചിൽ. അപ്പൊ ഞാൻ പറഞ്ഞു, ഈശോ ഉണ്ടെങ്കിൽ എന്നെ രക്ഷിക്കും മക്കളെ എന്ന് പറഞ്ഞു. ഗ്രോത്ത് മാറിപ്പോട്ടെ. ക്യാൻസറിന്റെ എല്ലാ ടെസ്റ്റുകളും ചെയ്തു, ഒരു കുഴപ്പവുമില്ല എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ സിസ്റ്ററിന്റെ പേര് പുഷ്പ എന്നാണ്. സിസ്റ്റർ ചേർത്തലയിൽ നിന്നാണ് വരുന്നത്. ഈ സിസ്റ്ററിനെയും ക്യാൻസറിൽ നിന്ന് ദൈവം പുറത്തേക്ക് കൊണ്ടുവന്ന ഒരു അത്ഭുത സാക്ഷ്യവുമായിട്ടാണ് അവിടെ നിൽക്കുന്നത്. 2 ക്യാൻസർ രോഗികൾ സൗഖ്യമായ സാക്ഷ്യമായി അല്ലേ? ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. സിസ്റ്ററിന്റെ താടിയെല്ലിന് 3 പേര്. ഒരാള് 7 കൊല്ലം മഴയായിട്ട് കാണുന്നയാള്, അത് കഴിഞ്ഞപ്പോ വേറൊരാള് തൊണ്ടയിൽ പ്രശ്നമെന്ന് പറഞ്ഞയാള്. സിസ്റ്ററിന്റെ താടിയെല്ലിന് താഴെ കഴുത്തില് ഒരു മുഴയുണ്ടായിരുന്നു. ചേർത്തല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിച്ചു, സർജറി ചെയ്തു. സർജറി ചെയ്ത പാട് അവിടെ ഉണ്ട്. സർജറി ചെയ്ത് അത് ബയോപ്സിക്ക് അയച്ചു. വണ്ടാനം മെഡിക്കൽ കോളേജിൽ പറഞ്ഞു അത് ക്യാൻസറിന്റെ ലക്ഷണമാണ്, നിങ്ങൾ RCCയിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞു. അവർക്ക് RCCയിൽ പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം അവർ കോട്ടയം മെഡിക്കൽ കോളേജിൽ കാണിച്ചു. അവിടെയും അവർ പറഞ്ഞു ഇത് ഇവിടെ പറ്റില്ല, RCCയിലേക്ക് പോകണം, ക്യാൻസറിന്റെ ലക്ഷണമാണ്. അവർ വീണ്ടും എറണാകുളം ഹോസ്പിറ്റലിൽ വന്നു, അവിടെയും അത് തന്നെ പറഞ്ഞു. അവസാനം വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോയി, കോട്ടയം മെഡിക്കൽ കോളേജ്, എറണാകുളം ഗവൺമെന്റ് ഹോസ്പിറ്റലിലും അവസാനം മറ്റു ഗതിയില്ലാതെ അവർ RCCയിലേക്ക് രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം കഴിഞ്ഞതിന് മുന്നത്തെ മാസം നമ്മുടെ സൺഡേ മീറ്റിംഗിന് ഇവിടെ വന്നു. ബ്രദർ പ്രാർത്ഥിച്ചു. ബ്രദർ പറഞ്ഞു പേടിക്കേണ്ട, ഒരു കുഴപ്പവുമില്ല എന്ന്. അതിനുശേഷം അവർ RCCയിൽ ടെസ്റ്റിന് പോയി, എല്ലാ ടെസ്റ്റുകളും ചെയ്തു, ക്യാൻസറിന്റെ എല്ലാ ടെസ്റ്റുകളും ചെയ്തു, ഒരു കുഴപ്പവുമില്ല എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. എഴുന്നേറ്റ് കൈയടിക്കാം, നമുക്ക് ഒന്ന് ചേർന്ന് കൈയടിക്കാം. യേശു ചെയ്യുന്നു. വണ്ടർഫുൾ ജീസസ്. ഒന്ന് കൈയടിച്ച് ഒരു ആമേൻ പറഞ്ഞേ. ഒന്ന് പറഞ്ഞേ, യേശു ചെയ്തു, യേശു പ്രവർത്തിച്ചു, യേശുവിൻ കരം ചലിച്ചു. യേശു ചെയ്തു, യേശു പ്രവർത്തിച്ചു, യേശുവിൻ കരം ചലിച്ചു. കാണാം അത്ഭുതം, കേൾക്കാം അത്ഭുതം, കാണാം അത്ഭുതം, കേൾക്കാം അത്ഭുതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. 3 ഹോസ്പിറ്റലിൽ പരിശോധിച്ചു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ മിറക്കിൾ സൺഡേ എന്ന് പറയുന്നത് അന്നത്തെ ദിവസം വന്ന് ആഗ്രഹിച്ചു വന്നവരെല്ലാം സൗഖ്യമായിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് ആയി ഇപ്പോഴും നമ്മൾ കേൾക്കുന്ന, കഴിഞ്ഞ മാസത്തെ റിസൾട്ടാ കേൾക്കുന്ന. യേശു ചെയ്തതിന് നമുക്ക് നന്ദി പറയാം. ഇവിടെ കഴുത്തിലോട്ട് ഒരാൾ കൈവച്ചേ, ആ ഗ്രോത്ത് മാറിപ്പോട്ടെ. ഒരു വലിയ കാര്യമല്ലേ? 3 ഹോസ്പിറ്റലിൽ പോയി പരിശോധിച്ചു, 3 റിസൾട്ട് ക്യാൻസർ എന്നായിരുന്നു. അതിനുശേഷമാണ് പ്രാർത്ഥിക്കാൻ വന്നത്. പ്രാർത്ഥിച്ചിട്ട് RCC പോയി. RCC പോയപ്പോ ആ റിസൾട്ട് 3 ഹോസ്പിറ്റലിലെ റിസൾട്ട് മാറി മറിഞ്ഞു. അവിടെ റിസൾട്ട് നോർമലാണ്. ഒന്ന് ചേർന്ന് കൈയടിച്ചു ഒരു ആമീൻ പറയാം. പൈസ കൊടുത്തിട്ട് പറയിപ്പിക്കുന്നതാണ്. എന്റെ നാത്തൂനെ ഇവിടെ എന്നെ കൊണ്ടുവന്നത്, പ്രാർത്ഥനയ്ക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ വന്നു. റിസൾട്ട് വന്നപ്പോ എന്റെ മക്കള് ഭയങ്കര കരച്ചിലായിരുന്നു. 2 ആൺകുട്ടികളാണ് എനിക്കുള്ളത്. ഭയങ്കര കരച്ചിൽ. അപ്പൊ ഞാൻ പറഞ്ഞു ഈശോ ഉണ്ടെങ്കിൽ എന്നെ രക്ഷിക്കും മക്കളെ എന്ന് പറഞ്ഞു. ഇതൊക്കെ കാശ് കൊടുത്ത് പറയിപ്പിക്കുന്നതാണ്. ഒരു അങ്ങനെ പറ്റത്തുള്ളൂ ചിന്തിക്കാൻ. സാധാരണ മനുഷ്യന്, വിശ്വാസി അല്ലാത്ത ഒരാൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ചിലർക്കെങ്കിലും അത് പ്രയോജനമാകട്ടെ, കേൾക്കട്ടെ, ആളുകൾ ധൈര്യപ്പെടട്ടെ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് യേശു ചെയ്തതിന് നമുക്ക് നന്ദി പറയാം. താങ്ക് യു.